തറാവി കഴിഞ്ഞിട്ട് ഒരാളെടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാഫിറൂൻ ലാ അഅ്ബുദു എന്നുള്ള ഭാഗം നീട്ടുന്ന ഓതുന്ന ശൈലി ഉണ്ടല്ലോ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇത് കേൾക്കാനായിട്ട് ആണ് ഞാൻ 4-5 കിലോമീറ്റർ അപ്പുറം നിന്ന് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂണിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ട്യൂണ് ആളുകളെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. ട്യൂണ് ആൾക്കാരിങ്ങനെ കേട്ടിരുന്ന് പോവും. നല്ല ട്യൂണൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതൊക്കെ ഓട്ടോമാറ്റിക്കലായി വരുന്നതാണ് അല്ലേ. പിന്നെ ഇപ്പം നമ്മൾ തന്നെ ഹിഫ്ളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, സുദൈസിൻ്റെയും മിഷാരിൻ്റെയും ഒക്കെ ഒത്ത് മാറ്റി മാറ്റി നമ്മൾ തന്നെ ഇങ്ങനെ കേൾക്കും. ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് ഓതുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അല്ല വേറെ ആളിങ്ങനെ ഓതി തരുമ്പോഴും ഇങ്ങനെയുള്ള ഓത്ത് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാവുക. നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ സുദൈസിൻ്റെ ഓത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ആ ഓത്താണ് അങ്ങനെ വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ നേരെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു ലൈനാണ്. പിച്ച കൂടുക അല്ലെങ്കിൽ കുറേ അങ്ങനെയൊന്നുമില്ല, നേരെ ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റൈല്. മിഷാരി ആണെങ്കിൽ ഒന്ന് ഡൗൺ ആയി പിന്നെ ഒന്ന് കയറി, പിന്നെ ഇമോഷൻസ് വരുമ്പോൾ നന്നായിട്ട് പിച്ച് കയറി, അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലാണ് മിഷാരിൻ്റെ ഉള്ളത്. നമ്മുടെ സൂറത്തു നാസൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. നോക്കിയൊക്കെ എല്ലാവർക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഇപ്പോൾ മിഷാരിൻ്റെ ഇത് പറഞ്ഞപ്പോഴേ നമ്മൾ ശരിക്കും ട്യൂണ് പഠിച്ച് ഓതുമ്പോൾ ഉള്ളൊരു മെച്ചം നമ്മളെ ഹിഫ്ള് നമ്മളെ കൂടെ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ചില ആൾക്കാരൊക്കെ ചോദിക്കും കുറേ കാലം മെമ്മറി നിലനിർത്താനുള്ളൊരു മാർഗം എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്ക് ട്യൂണോട് കൂടെ പഠിച്ചാൽ ഇപ്പോൾ മിഷാരിൻ്റെ കാഫ് യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. നമ്മൾ ട്യൂണിൻ്റെ കൂടെ ഇങ്ങനെ പഠിച്ചിങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് മറക്കാതിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്യൂണ് ശരിക്ക് ട്യൂണായിട്ട് തന്നെ മക്കാമാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറ്റുമോ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് ഇഖ്തിലാഫൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഷേഖ് ബക്കീർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കോഴ്സൊക്കെ കാണാൻ പറ്റും. മക്കാമത്ത് ഓരോ രാഗത്തിനനുസരിച്ച് ഓതുന്ന ആയത്തിൻ്റെ ആശയത്തിനനുസരിച്ചിട്ട് ട്യൂണിലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ വരിക എന്നുള്ളൊരു സാധനം അല്ലേ. അപ്പോൾ പറഞ്ഞ ഈ രൂപത്തിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് കാര്യങ്ങളുടെ ഒത്തുകളൊക്കെ ഒരു രസമാണ്. അതൊരു എന്താ വശം. പക്ഷേ നമ്മൾ കേൾക്കുന്ന പ്രാദേശികമായിട്ട് നമ്മൾ കേൾക്കുന്ന ചില ഖിറാത്തുകൾക്ക് ഇതിനെക്കാട്ടിലും ഒരു വശ്യത, ആളുകൾക്ക് കൂടുതൽ ഒരു റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു ശൈലിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പേഴ്സണൽ സാധനം കൂടി, കണക്ഷൻ കൂടിയാണല്ലോ. അപ്പോൾ നമ്മളെ പ്രാദേശികമായിട്ടുള്ള ട്യൂണുകളൊക്കെ ഇപ്പോൾ സുഡാനിൽ നിന്നുള്ള ഷേഖ് നൗറിൻ സിദ്ദീഖിൻ്റെ ട്യൂണിൽ ആ ഒരു വേറെ ഒരു രാഗമായിരുന്നു അദ്ദേഹത്തിന്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഈ ഒരു ട്യൂണിലാണ് അദ്ദേഹം പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളെ ഉസ്താദ്മാർ ഓത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണ ഒത്താണ് നമ്മളെ എൻ വി ഉസ്താദിൻ്റെ ഒത്ത്. എൻ വി സക്കരിയ മൗലവി
ഓതണ ഒത്തൊരു പ്രത്യേക ഓത്താണ്. അദ്ദേഹത്തിന്റെ ജുമാക്കൊക്കെ ഉള്ള ഖിറാത്ത് എന്ന് പറയുമ്പോൾ ശരിക്ക് അത് ഭയങ്കര രസമാണ്. ആശയം അറിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഓതുമ്പോൾ ശരിക്കും ഒരു മലയാള കവിതന്റെ ട്യൂൺ പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അതങ്ങനെ ആശയം ഉൾക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓതുമ്പോൾ ഒരു യുണീക്ക് ട്യൂണായി മാറാണ്. അതിന് വേറൊരു ഭംഗിയാണ്, പ്രാദേശികത ഈ ഒരു ട്യൂണിലേക്ക് വരുമ്പോൾ. ഒരു തനതായ അതൊന്നും ഓതിയിട്ട് നമുക്ക് നിർത്താം അല്ലേ. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون.